ബ്രിട്ടനിലേക്ക് കേരളത്തിൽ നിന്ന് കൂടുതൽ വിസ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സുതാപ ചൌധരി. തിരുവനന്തപുരത്ത് മാസത്തിലെ ആദ്യ ബുധനാഴ്ച വിസ രേഖകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു വന്നത് ഭാരതീയ വ്യാപാര മേഖലയ്ക്ക് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും സുതാപ ചൌധരി തിരുവനന്തപുരത്ത് പറഞ്ഞു. മാറിയ സാഹചര്യത്തിൽ ഭാരതത്തിന് അനന്ത സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സുതാപ ചൌധരി പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടന്റെ പിന്മാറ്റം സ്വതന്ത്ര വ്യാപാരത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള അനുകൂല സാഹചര്യം ഒരുക്കി. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഇന്ത്യയുമായി ഒപ്പുവെച്ച വ്യാപാര കരാർ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കും. മത്സ്യവിഭവം, സുഗന്ധവ്യഞ്ജനങ്ങൾ, യോഗ, ആയുർവേദം തുടങ്ങി വെൽനസ്, IT, നിർമ്മാണ മേഖല, കൈത്തറി തുടങ്ങി സംസ്ഥാനത്തെ 6 മേഖലകളിൽ നിന്നുള്ള വ്യാപാര വാണിജ്യ ഇടപെടലുകൾക്ക് ബ്രിട്ടൻ പ്രോത്സാഹനം നൽകുമെന്നും ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സുതാപ ചൌധരി പറഞ്ഞു. After the UK left the European Union, this is the most ambitious and most comprehensive trade deal anywhere in the world. So it covers 99% of tariff lines. That means almost all the goods and services that are traded between our two countries are positively impacted, meaning that it will be cheaper, quicker and easier to do trade between the UK and India. കേരളത്തിൽ നിന്ന് 14,000 കോടിയോളം രൂപയുടെ വ്യാപാര ഇടപാടാണ് നിലവിലുള്ളത്. പുതിയ സാഹചര്യത്തിൽ ബ്രിട്ടനിൽ തൊഴിൽ സാധ്യത കൂടി. ഹെൽത്ത് കെയർ, വിശേഷിച്ചും നഴ്സ്, IT മേഖലകളിലാണ് കൂടുതൽ തൊഴിൽ സാധ്യത. UK-യിലെ 10 സർവകലാശാലകൾ ഇന്ത്യയിൽ ബ്രാഞ്ച് സെന്ററുകൾ തുറക്കുന്നുണ്ട്. അതിൽ 2 ബാംഗ്ലൂരിലാണ്. കേരളത്തിലും ബ്രാഞ്ച് സെന്റർ തുറക്കുന്നത് പരിശോധിക്കുമെന്നും സുതാപ ചൌധരി പറഞ്ഞു. I want to hear about your ambitions for investment into the UK. That's what CJOY leads on. I'm also interested to know about any problems that you have, if at all, when it comes to expanding your businesses in the UK. You probably already know, but out of the 10 leading universities in the whole world, 4 of them are based in the UK. So we have a really, really vibrant ecosystem of talent. And I think that's a really shared kind of characteristic between Kerala and the UK, that we place a very high premium on high quality education. സുതാപ ചൌധരിയുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണെന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ പ്രതികരിച്ചു. നമ്മൾ നോക്കി കുറച്ചുകൂടെ നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഇതിപ്പം മാഡം പറഞ്ഞ പോലെ ഇനി വരുന്ന ട്രിവാൻഡ്രം, തമിഴ്നാട് 1 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. അപ്പം ഇവിടെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ഹൈ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇവിടെ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു 1 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ, ഞങ്ങൾ കൂടെ വരുന്നതാണ്. കൂടാതെ ഇപ്പോൾ വിസ സെൻറ്റർ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ബുധനാഴ്ച ഉണ്ട്. ആ ഡേയ്സ് വേണം കൂട്ടിയെടുക്കാം. ഇപ്പോൾ വിസ സബ്മിഷനുള്ള അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ അതിന് ക്ലാരിറ്റി കൂടെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി തന്നിട്ടുണ്ട്. UK-യും കേരളവും തമ്മിലുള്ള ബിസിനസ്, വ്യാപാര, നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉഭയകക്ഷി വ്യാപാരം വിപുലീകരിക്കുന്നതിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതനാശയങ്ങളെ പരിപോഷിക്കുന്നതിനും വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയെ പിന്തുണയ്ക്കുന്നതിനും കേരളത്തിലെയും UK-യിലെയും ബിസിനസ്സുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും ചർച്ച ചെയ്തു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറാണ് സുതാപ ചൌധരി. ജനം, തിരുവനന്തപുരം.